കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിവെച്ച മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 9 പ്രതികൾക്ക് ജാമ്യം. ഹൈക്കോടതി ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. കേസിൽ കഴിഞ്ഞ 66 ദിവസങ്ങളായി പ്രതികൾ റിമാൻഡിൽ കഴിയുന്ന സാഹചര്യവും കേസിന് അന്വേഷണം നിലവിൽ അവസാന ഘട്ടത്തിൽ എത്തിയതും കണക്കിലെടുത്താണ് ഹൈക്കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. അതേസമയം കേസിലെ പ്രധാന വകുപ്പായ വധശ്രമ കുറ്റം പ്രഥമദൃഷ്ട്യാ പ്രതികൾക്കെതിരെ നിലനിൽക്കുന്നില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത് കേസിൽ പ്രോസിക്യൂഷന് വൻ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെയും ഔദ്യോഗിക വാഹനങ്ങളെയും തടഞ്ഞു നിർത്തി ആക്രമിച്ച പ്രതികളുടെ നടപടി അതീവ ഗൗരവമുള്ള കുറ്റകൃത്യമാണെന്ന് കോടതി എടുത്തു പറയുകയും ചെയ്തു. നേരത്തെ കേസിൽ അറസ്റ്റിലായ CPM പ്രവർത്തകർ സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ 2 വട്ടമാണ് സെഷൻസ് കോടതി തള്ളിയത്. തുടർന്നാണ് പ്രതികൾ കൂട്ടത്തോടെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, എന്തായാലും ഈ പ്രതികളെ സംബന്ധിച്ച് ആശ്വാസകരമാണ്, പ്രോസിക്യൂഷനെ സംബന്ധിച്ച് തിരിച്ചടി. കാരണം ഇവിടെ ഈ വധശ്രമ കുറ്റം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ നടപടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ടോമി, കേസിലെ ഹൈക്കോടതി എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ കേസ് നിസ്സാരമല്ല, ഗൗരവതരം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ തടയുക, അവർക്കെതിരെ അതിക്രമം നടത്തുക, അവരുടെ വാഹനങ്ങൾ തകർക്കുക, ഇതെല്ലാം തന്നെ ഗൗരവ സ്വഭാവമുള്ളൊരു കേസ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിൽ ചുമത്തിയിരിക്കുന്ന വധശ്രമം ഉള്ള കാര്യങ്ങളുണ്ട്, അത് നിലനിൽക്കില്ല. കാരണം ഇവരുടെ ഉദ്യോഗസ്ഥരുടെ മെഡിക്കൽ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വധശ്രമം നടന്നതായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മാരകമായ പരിക്കുകളുള്ള കാണുന്നില്ല. അതുകൊണ്ടാണ് അതിൽ വധശ്രമം നിലനിൽക്കില്ല എന്നത്, ആ ഒരു വകുപ്പ് നിലനിൽക്കില്ല എന്നത് കോടതി പറയുന്നത്. അവരുടെ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കൊണ്ട് അവരുടെ വൈദ്യ പരിശോധനാ ഫലങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് കോടതി അങ്ങനെ ഒരു കാര്യമെടുത്തത്. മറ്റൊന്ന്, ഇവർ ജാമ്യത്തിലേക്ക് പോകാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ 67 ദിവസമായി ഇവർ ജയിലിൽ തുടരുകയാണ്. സെഷൻസ് കോടതി 2 വട്ടം ഇവരുടെ ജാമ്യാപേക്ഷകൾ തള്ളിക്കളയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇവർ മേൽക്കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ 67 ദിവസമായി ഇവർ ഇങ്ങനെ തുടരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരുന്നത് വധശ്രമമാണ്. അത് നിലനിൽക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വൈദ്യപരിശോധന റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് കോടതി പറയുകയും അത് അടയാളപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് ജാമ്യം അനുവദിക്കുന്ന രീതിയിലേക്ക് കോടതി പോകുന്നത്. കർശനമായ ഉപാധികൾ ഈ ജാമ്യ വ്യവസ്ഥയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ജാമ്യത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ 7 പ്രതികളുടെ ജാമ്യാപേക്ഷയായിരുന്നു ആദ്യഘട്ടത്തിലേക്ക് വന്നിരുന്നത്. ഇന്ന് 2 പ്രതികൾ കൂടി വന്നു. അങ്ങനെ 9 പ്രതികൾക്കാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 4 പ്രതികളുടെ കൂടി ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. എന്തായാലും ഈ കേസിലെ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ വലിയ രീതിയിൽ തന്നെ പ്രോസിക്യൂഷൻ ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. പ്രത്യേകിച്ച് ED കഴിഞ്ഞ ദിവസം, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇവർ ജാമ്യം തടയുന്നതിന് ഇതിലൊരു ആസൂത്രിതമായ ബോധപൂർവമായ ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നതാണ്. കാരണം ഇതിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ അതിൽ ഈ പ്രവർത്തകരാണ് ഇതിന് മുന്നിലേക്ക് വന്നത്. പക്ഷേ അതിനപ്പുറം ഈ പ്രവർത്തകർക്ക് അപ്പുറമായിട്ട് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിൽ ഇവരുടെ മൊബൈൽ ഫോണുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന രീതിയിലേക്കെല്ലാം തന്നെ ED ഒരു നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. അതിന് കാരണം നേതാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഹ്വാനം നൽകുകയും അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയാണ് അവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കുകയും എല്ലാം തന്നെ ചെയ്തതെന്ന് ED പറഞ്ഞിരുന്നു. അപ്പോൾ അത് സാധൂകരിക്കുന്ന രീതിയിൽ അവർ സത്യവാങ്മൂലമെല്ലാം തന്നെ സമർപ്പിക്കുകയും ചെയ്ത് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അത് ഇനിയും അന്വേഷിക്കേണ്ടതുണ്ട്, ഈ അവസരത്തിൽ ജാമ്യം നൽകുക, അത് നിഷേധിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. എന്തായാലും അതിനപ്പുറമാണ് അതിൽ ചുമത്തിയിരിക്കുന്ന ഈ വധശ്രമം എന്ന ഏറ്റവും സുപ്രധാനമായ വകുപ്പ്, അത് നിലനിൽക്കില്ല എന്നത് കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഇവർ വാഹനങ്ങളെ ആക്രമിക്കുക, വലിയ ബഹളമുണ്ടാക്കുക, ആൾക്കൂട്ടം ഒരു രീതിയിലേക്കെല്ലാം മാറുക, ഇതൊന്നും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കേസിന് ആസ്പദമായ സാഹചര്യം നമുക്കറിയാം, വലിയ രീതിയിൽ തന്നെ കേരളം ചർച്ച ചെയ്തതാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇതിപ്പോൾ എത്തി നിൽക്കുന്നത് ഏത് സമയത്തും കുറ്റപത്രം സമർപ്പിക്കാനടക്കമുള്ള 1ാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനുള്ള മുഴുവൻ സാഹചര്യവും നിലനിൽക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ആ രീതിയിലേക്ക് അന്വേഷണം
പോകുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിലടക്കം പരിശോധന നടത്തുകയും ആ പരിശോധനയ്ക്ക് ശേഷം പുറത്തു വന്ന ഉദ്യോഗസ്ഥരെ തടയുകയും ചെയ്യുന്ന രീതിയിലേക്ക് CPM പ്രവർത്തകർ മാറുന്നത്. ഈ തടഞ്ഞത് ഗൂഢാലോചനയാണ് എന്ന വാദത്തിൽ തന്നെയാണ് ED നിലനിൽക്കുന്നത്. എന്തായാലും നാളെ ബാക്കിയുള്ളവരുടെ കൂടി ജാമ്യാപേക്ഷകൾ കോടതിക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. പ്രോസിക്യൂഷന് ഇത് തിരിച്ചടി തന്നെയാണ്, സംശയമൊന്നുമില്ല. അവരുടെ വാദങ്ങൾ വധശ്രമമുള്ള കാര്യങ്ങൾ ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ആ നിലപാട് സ്വാഭാവികമായും മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ അത് പ്രതിഫലിക്കില്ലേ? കാരണം ഇവിടെ വധശ്രമ കുറ്റം നിലനിൽക്കില്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. അത് അത്തരമൊരു നിരീക്ഷണമുണ്ട്. മാത്രമല്ല ഇവിടെ ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണമുണ്ടായി, അത് ഗൂഢാലോചന ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ വധശ്രമ കുറ്റം നിലനിൽക്കാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ മറ്റു പ്രതികൾക്കും ജാമ്യം ലഭിക്കാനല്ലേ സാധ്യത, ഡാനി? സ്വാഭാവികമായും ടോം, കാരണം അതിൽ ഒരു വലിയ സാധ്യത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിൽ കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ വധശ്രമം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ കോടതി പറഞ്ഞു ED ഉദ്യോഗസ്ഥരുടെ പരിക്ക് അത് അത്ര കണ്ട് ഗുരുതരമൊന്നുമല്ല, അത്ര വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 67 ദിവസം പ്രതികൾ പോലീസിൻ്റെ ഇപ്പോൾ കോടതിയിൽ അടക്കമുള്ള റിമാൻഡ് കാലാവധിയിലുണ്ട്. അപ്പോൾ അതായത് പോലീസിന് എപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ കസ്റ്റഡി അപേക്ഷകൾ നൽകാനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എന്നതാണ് കോടതി എടുത്തു പറയുന്നത്. പിന്നെ എന്തിനാണ് ഇവർ കസ്റ്റഡിയിൽ തുടരേണ്ടത്, അതായത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരേണ്ട സാഹചര്യം പിന്നെ എന്തിനാണ്? കാരണം ഇതിൽ വധശ്രമം അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനുപയോഗിച്ച ആയുധം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഇതിനു വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഒരു വാദത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴും അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയും മറുഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് കോടതിയുടെ നിരീക്ഷണമുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇനിയും ഇവർ കസ്റ്റഡിയിൽ തുടരേണ്ടത് എന്നത് കോടതി ചോദിക്കുകയും ചെയ്തത്. പ്രോസിക്യൂഷനെതിരെ തിരിഞ്ഞ് പ്രഥമ ദൃഷ്ട്യാ തന്നെ വധശ്രമം വകുപ്പ് അത് നിലനിൽക്കില്ല എന്ന് കോടതി പറയുന്നതും ഈ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായും ഇനിയും അടുത്ത പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇത് തന്നെയാവും അവിടെയും പ്രതിഫലിക്കുക. ഇത്തരം കാര്യങ്ങൾ തന്നെ അവർക്കും സഹായകരമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഈ വധശ്രമം നിലനിൽക്കില്ല എന്ന് കോടതി പറയുന്നതോടുകൂടി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പും ആരോപണവും എല്ലാം തന്നെ അവിടെ ഇല്ലാതാകുന്നു. അതുകൊണ്ട് ജാമ്യം ലഭിക്കാനുള്ള ഒരു അവസരം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്നത്. കീഴ്ക്കോടതി 2 വട്ടം ജാമ്യം നിഷേധിച്ചു. ഇവരുടെയെല്ലാം ഇപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് വരുമ്പോൾ സുപ്രധാനമായൊരു കണ്ടെത്തൽ ഈ വധശ്രമം ഉള്ള കാര്യങ്ങൾ നിലനിൽക്കില്ല എന്നത് തന്നെയാണ്. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് അസോസിയേഷൻ പുനഃക്രമീകരണത്തിൽ സർക്കാർ നിയോഗിച്ച അഡ്ഹോക് കമ്മിറ്റിക്ക് തിരിച്ചടി. ആ വാർത്തയിലേക്ക് എത്താം. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.